റിവൈൻഡുമായി കടന്നു വന്നിരിക്കുന്നത് ആരാണെന്ന് നമുക്ക് നോക്കാം. മിസ്റ്റർ ഹരീഷ് KR ആണ്. അപ്പൊ ഹരീഷിന്റെ റിവൈൻഡിലേക്ക് പോകാം. പ്രിയപ്പെട്ട ഡിസംബർ, മറന്നുപോയൊരു പാട്ടിന്റെ മഴനൂൽ പോലെ, മറ്റൊരു ജന്മത്തിന്റെ നക്ഷത്രപ്പൊട്ട് പോലെ, ഒരു മെഴുതിരിയായി ഞാൻ ഒരുങ്ങുന്നത് നിനക്ക് വേണ്ടി മാത്രം. കാലത്തിന്റെ തീരത്ത് എവിടെയോ വെച്ച് നഷ്ടമായ ജീവിതത്തിലെ ചില നല്ല ഓർമ്മകൾ. ആ ഓർമ്മകൾ ഇപ്പോൾ നമുക്ക് സമ്മാനിക്കുന്നത് ഒരു പൊട്ടിച്ചിരിയാവാം. അതെ, ഓർമ്മകൾ. മഴ പോലെ മനസ്സിൽ നിറയുന്ന ആ ഓർമ്മകളിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക്. റിവൈൻഡ്. അപ്പൊ ഇന്ന് റീവൈൻഡിൽ കടന്നു വന്നിരിക്കുന്ന സ്നേഹിതന്റെ പേര് മിസ്റ്റർ ഹരീഷ് KR. അദ്ദേഹം കോതമംഗലം സ്വദേശിയാണ്. അദ്ദേഹം ദോഹാക്കത്തിൽ നിന്നുമാണ് ഈ ഒരു മെയിൽ ചെയ്തിരിക്കുന്നത്. വെൽക്കം ഹരീഷ്. ഹരീഷെ വെൽക്കം ചെയ്യുന്നു കേട്ടോ, സന്തോഷം. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇത് ഒത്തിരി കാലം മുമ്പ് നടന്നൊരു സംഭവമാണ് എന്ന് ഞാൻ പറഞ്ഞാൽ ഷുബിച്ചായനും നൂർദീദിയും കപിലച്ചനും അതൊരു കല്ല് വെച്ച നുണയല്ലേ എന്ന് ചോദിക്കും. അതെന്തിനാ അങ്ങനെ ചോദിക്കുന്നത്? ഇവിടെ എല്ലാരും വരുന്നത് ഇങ്ങനെ അവരുടെ ലൈഫിൽ നടന്നൊരു സംഭവം എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. പക്ഷെ ഞാൻ അങ്ങനെ പറയുന്നില്ല, അതുകൊണ്ട് അത് നുണയാകും. ഇതിനൊത്തിരി പഴക്കമൊന്നുമില്ല. ഓ, റീസെന്റ് നടന്നതാണോ? അയ്യോ, അപ്പൊ നല്ല അപ്പൊ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ ചെന്നൈയിൽ MBAക്ക് പഠിക്കുന്ന ഒരു കാലം. ആ ഇടയ്ക്ക് എനിക്ക് ഓർക്കൂട്ടിലൂടെ ഒരു വെഡിങ് ഇൻവിറ്റേഷൻ കിട്ടി. എന്റെ കൂടെ ഡിഗ്രിക്ക് പഠിച്ച സൂര്യയുടെ കല്യാണമാണ്. നല്ല കാര്യം. ഒക്ടോബറിൽ ഏതോ ഒരു സൺഡേ ആണ് കല്യാണം കിട്ടും. സൂര്യ ഡിഗ്രി കാലഘട്ടത്തിലെ എന്റെ ആദ്യ പ്രണയം. ഓറഞ്ച് നിറമുള്ള കണ്ണുകളുള്ള നല്ല വെളുത്ത സുന്ദരി. ഓറഞ്ച് നിറമുള്ള കണ്ണോ? അതെ, ഞാൻ ആദ്യമായിട്ട് കേൾക്കാട്ടോ. പച്ച നിറം, നീല നിറം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഓറഞ്ച് നിറം ഇതെന്താ യക്ഷിയോ? അല്ല, എന്റെ ആദ്യ പ്രണയമാണല്ലോ നീ. അപ്പൊ കുറച്ചുകൂടി ബൂസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ടായിരിക്കും. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല, നന്നായിട്ടുണ്ട്. ഓറഞ്ച് കണ്ണുള്ള ഒരു കുട്ടി. അപ്പോ നിങ്ങൾ കരുതും ഇവളാണ് എന്റെ കഥയിലെ നായിക എന്ന്. ഓഫ് കോഴ്സ്, സൂര്യ ഗേൾഫ്രണ്ട് ആണെന്നൊക്കെ പറയുമ്പോ ഓഫ് കോഴ്സ് നമ്മൾ അങ്ങനെ തന്നെ കരുതും. നിങ്ങൾ ചമ്മിപ്പോയി പോവാടുന്നത് അല്ലേ? എന്നാലല്ല കേട്ടോ, കാരണം ഇത് എന്റെ മാത്രം പ്രണയമായിരുന്നു. അവൾക്ക് എന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. വൺ വേ. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്ലിങ് ആയത് അവളുടെ അടുത്തായിരിക്കും കേട്ടോ. അതൊക്കെ പോട്ടെ, പ്ലിങ്ങിന്റെ കാലവും. അതെ, എന്തായാലും കല്യാണം വിളിച്ചതല്ലേ, കല്യാണത്തിന് പോയി നല്ലവണ്ണം ഫുഡ് അടിച്ച് പ്രതിഷേധിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. അങ്ങോട്ട് പോയി അടിക്ക്, ബിരിയാണിയൊക്കെ അങ്ങോട്ട്. പിന്നെ ഞാനൊരു നിരത്താം എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. അവളെ അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. നീ പറ്റിയാൽ ഒരു ബക്കറ്റ് പായസവും ഞാൻ അമക്കും. ബക്കറ്റൊക്കെ വേണോ? നിങ്ങളുടെ ഭാഷയിൽ ഒരു വഴിക്ക് പോലെ കടക്കട്ടെ. ഞാൻ പ്രതികാരം ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. കല്യാണത്തിന് പോയോന്നതാ കേക്ക്. പിന്നെ എന്റെ എല്ലാ കൂട്ടുകാരെയും കാണാമല്ലോ. അങ്ങനെ ഒരു സന്തോഷം കൂടിയുണ്ട്. അങ്ങനെ ആ സുദിനം വന്നെത്തി. ചേട്ടന്റെ ബൈക്കും കടം വാങ്ങി ഞാൻ കല്യാണ വീട്ടിലേക്ക് പതിയെ നീങ്ങി. അതാ നിൽക്കുന്നു ചാൾസ്, ആനന്ദ്, നസീം, റീമ, സുകന്യ, അങ്ങനെ എല്ലാവരും. എല്ലാ ഗഡീസും ഉണ്ട് അവിടെ. ഇവരൊക്കെ എന്റെ ക്ലാസ്മേറ്റ്സ് ആണ് കേട്ടോ. ആൺകുട്ടികളെല്ലാം ക്ലാസ്മേറ്റ്സും. വ്യത്യാസമുണ്ടേ, ക്ലാസ്മേറ്റ്സും. അങ്ങനെ കല്യാണം നല്ല ഗംഭീരമായിട്ട്, ഗംഭീരമായിട്ട് നടന്നു. താലികെട്ട് കഴിഞ്ഞതും ഞങ്ങൾ എല്ലാവരും യുസൈൻ ബോൾട്ടുമാരും PT ഉഷമാരും ഒക്കെ ആയിപ്പോയി. അതെ, എല്ലാരും ഓരോ പാച്ചില. പറ്റിയാൽ ആദ്യപതി തന്നെ കയറി പറ്റണം. പക്ഷെ ഞങ്ങളെയൊക്കെ പിന്തള്ളി വേറെ കുറെ ആളുകൾ അവിടെ തന്നെ ഒരു പുറപ്പിച്ചിരുന്നു. ബിവറേജ് ഷോപ്പിന്റെ മുൻപിൽ എന്ന പോലെ ഞങ്ങൾ അച്ചടക്കത്തോടെ വരിവരിയായിട്ട് നിന്നു. വെറുതെ ഞാൻ ചുറ്റും ഒന്ന് കണ്ണോടിച്ചോണ്ടിരുന്നപ്പോഴാണ് അടുത്ത വരിയിൽ നിൽക്കുന്ന ഒരു സുന്ദരി പെൺകുട്ടി എന്റെ കണ്ണിലുടക്കിയത്. ആരാണ് ആ കുട്ടി? ഒരു 17-18 വയസ്സ് മാത്രം പ്രായം കാണും. വയസ്സൊക്കെ കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഏകദേശം അത്രയൊക്കെ കാണും. കണ്ടപ്പോ നല്ല മുഖപരിചയം തോന്നി എനിക്ക്. എന്റെ അടുത്ത് നിന്ന് സുകന്യോട് ഞാൻ ചോദിച്ചു, എടി ആ നിൽക്കുന്ന കുട്ടിയെ നീ കണ്ടോ? നമ്മുടെ കല്യാണ പെണ്ണ് സൂര്യ പോലെയല്ലേ അവളെ കണ്ട? അങ്ങനെ ഉടനെ അവള് പറഞ്ഞു, ശരിയാണല്ലോ, ഒരുപക്ഷെ അവൾ കസിനായിരിക്കും. കസിനായിരിക്കും, അതായിരിക്കും മുഖച്ഛായ. സത്യം പറഞ്ഞാൽ ആ കുട്ടിയെ കണ്ടതും എന്റെ ഉള്ളിൽ പ്രണയം മുട്ടിട്ട് കേട്ടോ. പിന്നെ എന്താണ് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നാണല്ലോ പറയാറ്. അതൊക്കെ വെറുതെ പറയുന്നതാട്ടോ. അധികം വൈകാതെ തന്നെ ഞങ്ങളുടെ കണ്ണുകൾ തമ്മിലുടക്കി. ഈ പ്രേമം സിനിമയിലതുപോലെ. അതെ, മനസ്സിലായി. മേരിയെ കിട്ടിയില്ലെങ്കിൽ അവളുടെ അനിയത്തി, അത്രേ ഞാൻ ചിന്തിച്ചുള്ളൂ. ആ വരിയിൽ നിന്ന് തന്നെ ആ കുട്ടിയെ പരിചയപ്പെടാനുള്ള ഒരു സ്കെച്ചും പ്ലാനും ഞാൻ തന്നെ തയ്യാറാക്കി മനസ്സിൽ. രണ്ടാമത്തെ പന്തിയിൽ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും സീറ്റ് കിട്ടി കേട്ടോ. എന്റെ വലതുവശത്ത് സുകന്യയും ഇടതുവശത്ത് ആനന്ദുമായി ഞങ്ങൾ ഇരിപ്പുറപ്പിച്ചു. അപ്പോൾ അതാ എന്റെ നേരെ എതിർവശത്തുള്ള സീറ്റിൽ ആ കുട്ടിയും അനിയത്തി എന്ന് തോന്നിപ്പിക്കുന്ന വേറൊരു കുട്ടിയുമായി വന്നിരുന്നു. ഇതാണ് കോയിൻസിഡൻസ് എന്ന് പറയുന്നത്. എന്തോ ഉണ്ട് ശിവമലി, എന്തോ യാദൃച്ഛികം എന്നൊക്കെയാണ് കരുതുന്നത്. കേട്ടോ, ബാക്കി കേട്ടോ. എന്റെ മനസ്സിൽ ഒരു 10-12 ലഡു മടക്കൊന്ന് പൊട്ടി. ചോറ് കഴിക്കുന്നതിന് മുൻപ്. അപ്പൊ ഞാൻ സുകന്യോടും റീമയോടുമായിട്ട് പറഞ്ഞു, എനിക്ക് എങ്ങനെയെങ്കിലും ആ ഒരു കുട്ടിയെ ഒന്ന് പരിചയപ്പെടണോടി.
അതങ്ങനെ തന്നെയാ. പണ്ടേ ക്ലാസ്മേറ്റ്സ് ആയിട്ടുള്ള ഗേൾ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരോടായിരിക്കും ഇതൊക്കെ ഇവര് പറയുക. അപ്പൊ റീമ എന്റെ അടുത്ത് പറഞ്ഞു, എടാ നിന്റെ പഴയ അസുഖം നിനക്ക് വീണ്ടും തുടങ്ങിയ. റീമയ്ക്ക് മനസ്സിലായി. അതെ, ഭയങ്കര ചൂടത്തിയാണ്. അപ്പൊ റീമ ഇങ്ങനെ ചൂടായിട്ട് എന്റെ അടുത്ത് ചോദിച്ചു. സദ്യ കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് വന്നപ്പോ അവർ ആ കുട്ടിയോട് സംസാരിക്കുന്ന കാഴ്ച ഞാൻ കണ്ടു. ഞാനും ചാൾസും കൂടെ അവരുടെ അടുത്തേക്ക് ചെന്നു. ഒരു വളിച്ച ചിരിയോടെ ഞാൻ ചോദിച്ചു, ആഹാ നിങ്ങക്ക് പുതിയ കൂട്ടുകാരിയൊക്കെ കിട്ടിയല്ലോ. അവളുമാർ എന്നെ ആക്കി ഒരു നോട്ടം നോക്കി. അത് ശ്രദ്ധിക്കാത്ത മട്ടിൽ ഞാൻ ആ കുട്ടിയോട് പേര് ചോദിച്ചു. അവൾ പതിയെ മൊഴിഞ്ഞു, അമൃത. അമൃത, ഓ നൈസ് നെയിം. ആ ശബ്ദ സൗമാര്യം കേട്ട് ഞാൻ ധൃതന്ത പുളകിതനായി നിൽക്കുമ്പോൾ, ധൃതന്ത പുളകിതനായിട്ട് നിൽക്കുമ്പോൾ, ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് കേൾക്കുക ധൃതന്ത പുളകിതനായി നിൽക്കുമ്പോൾ ചാൾസ് ചറവറ എന്ന് കുറെ ചോദ്യങ്ങളും ചോദിച്ചു. അവൻ പണ്ടേ അങ്ങനെയാണ്. എനിക്കിഷ്ടം തോന്നുന്നു എന്തിനോടും അവനും ഇഷ്ടം തോന്നുന്നു. ഇത് മറ്റേ അമറൻ അക്ബറൻ അന്തോണി സീൻ കോൺട്രാ ആവുന്നതിന് മുമ്പ് ഞാൻ അവനെ വേറെ എന്തൊക്കെയോ പറഞ്ഞ് സൈസാക്കി. ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുമ്പോ ഞാൻ തന്ത്രത്തിൽ അമൃതയെ കൂടെ ഉൾപ്പെടുത്തി. അവളുടെ ഒരു ഫോട്ടോ ഒപ്പിക്കണം, അത് മാത്രമായിരുന്നു എന്റെ ഒരു ചിന്തയെ. ക്ലിക്ക്, ഫോട്ടോ റെഡി. പിന്നെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. എന്ത് സംഭവിച്ചു? മടക്ക്. സുകന്യ ആ കുട്ടിയുടെ ഓർക്കൂട്ട് സുഹൃത്തായി. കൃത്യം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ പതിയെ ഓർക്കൂട്ട് വഴി കോണ്ടാക്ട് ചെയ്തു. ഞാൻ ചോദിച്ചു, എന്നെ ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ തന്നെ എനിക്ക് ടൈപ്പിംഗ് ആണ് ശിവമലി, വോയിസിലൊന്നും ഇങ്ങനെ മാറ്റൊന്നും പറ്റില്ല. അല്ല, ഞാനൊരു പഞ്ചിന് വേണ്ടി പറഞ്ഞു ഓർക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞങ്ങൾ പതിയെ ചാറ്റിംഗ് തുടങ്ങി. അങ്ങനെ 2 വർഷം കഴിഞ്ഞു. ഓർക്കൂട്ട് മാറി ഫേസ്ബുക്ക് ആയതും അമൃത എന്ന വിളി മാറി അമ്മു എന്നായതും ഒക്കെ വളരെ പെട്ടെന്നായിരുന്നു. എല്ലാം മാറി. മോളെ അമ്മു എന്നൊക്കെ ഞാൻ വിളിക്കാൻ തുടങ്ങി. അങ്ങനെ ആദ്യമൊന്നും അവൾ സമ്മതിച്ചില്ലെങ്കിലും പിന്നെ ഞങ്ങൾ പതിയെ പ്രണയത്തിലേക്ക് കടക്കുകയായി. അപ്പോഴേക്കും എന്റെ പഠനം കഴിഞ്ഞ് കൊച്ചിയിലുള്ള തരക്കേടില്ലാത്ത മൾട്ടിനാഷണൽ കമ്പനിയിൽ എനിക്ക് ജോലിയും കിട്ടി. എനിക്ക് കല്യാണപ്രായമായി കേട്ടോ. ആ ഇടയ്ക്കാണ് അമ്മുവിന്റെ നാട്ടിലെ അമ്പലത്തിൽ ഉത്സവം കൂടാൻ ഞാൻ എന്റെ അമ്മയും ചേട്ടത്തി അമ്മയും കൂട്ടിപ്പോയത്. ഇതൊക്കെ ഓരോ ചാലാണല്ലോ. നമ്മൾ അതുവഴി അങ്ങ് പോവുക. ക്ഷേത്രത്തിൽ വെച്ച് അവർ അമ്മുവിനെ പരിചയപ്പെട്ടു. അമ്മുവിനെ ഒറ്റ നോട്ടത്തിൽ തന്നെ അവർക്കൊക്കെ ഇഷ്ടമായി കേട്ടോ. തിരിച്ചു പോരാനായി കാറിൽ കയറിയ അമ്മ അവളോട് ചോദിച്ചു, മോള് പോരുന്ന ഞങ്ങളുടെ കൂടെ? അങ്ങനെ ഒരാഴ്ച കടന്നുപോയി. മണിക്കൂറുകൾ നീളുന്ന ഫോൺ കോളുകൾക്കിടയിൽ അവൾ പറഞ്ഞു, എനിക്ക് വീട്ടില് കല്യാണാലോചനകളൊക്കെ വരുന്നുണ്ടേട്ടാ. ഒരു ഗൾഫുകാരനെ കെട്ടിച്ചു കൊടുക്കുകയുള്ളൂ എന്നാണ് എന്റെ അച്ഛൻ പറയുന്നത്. ഉദാഹരണത്തിന് അവളുടെ കൂട്ടുകാരിയുടെ പ്രണയം ആദ്യം വീട്ടുകാർ എതിർത്തിരുന്നുവെന്നും പിന്നെ ചെറുക്കൻ ഗൾഫിൽ പോയി വന്നപ്പോൾ കല്യാണം നടത്തി കൊടുത്തു എന്നും ഒക്കെ അവൾ എന്റെ അടുത്ത് പറഞ്ഞു. എന്റെ ജോലിയോട് എന്തോ എനിക്ക് ആദ്യമായിട്ടൊരു പുച്ഛം തോന്നി. ഗൾഫല്ലല്ലോ, മൾട്ടിനാഷണൽ കമ്പനിയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അതിനോടൊക്കെ എനിക്കതിനോടൊരു പുച്ഛം തോന്നി. 2 ദിവസം കഴിഞ്ഞപ്പോ അവിചാരിതമായി എനിക്കൊരു കോൾ വന്നു. കേക്കൂ, ഖത്തറിൽ ജോലി ചെയ്യുന്ന എന്റെ ബാല്യകാല സുഹൃത്തായിരുന്നു വിളിച്ചത്. അവൻ എന്നോട് പറഞ്ഞ, അളിയാ ഇവിടെ ഒരു ജോബ് ഓപ്പണിംഗ് ഉണ്ടോ, നിനക്ക് താല്പര്യം ഉണ്ടെന്ന് നീ കൂടെ കേറിപ്പോരട്ടാ. അവൻ എന്റെ അടുത്ത് ഇങ്ങനെ ഒരു അലക്കലക്കി. ഒരു നിമിഷം ഞാൻ ദൈവത്തെ മനസ്സാൽ സ്തുതിച്ചു കേട്ടോ. പിന്നെ ആപ്ലിക്കേഷൻ അയച്ചതും സ്കൈപ്പ് ഇന്റർവ്യൂ ഒക്കെ വളരെ പെട്ടെന്നായിരുന്നു. അങ്ങനെ HR നിന്നും അറിയിപ്പ് കിട്ടി, വിസ തയ്യാറായിരിക്കുകയാണ്, വിസ അടിച്ചാൽ വേഗം കയറി പോരൂ എന്നൊക്കെ. ഞാൻ ഈ വിശേഷം അമ്മുവിനോട് പറഞ്ഞു. അവൾക്ക് ഭയങ്കര സന്തോഷമായി. കാരണം അവളുടെ അച്ഛൻ ഇച്ഛിച്ചതും ഞാൻ ഒപ്പിച്ചതും ഗൾഫ്. പോരുന്നതിന് മുമ്പ് അവൾ ഇന്ന് കാണാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. എയർപോർട്ടിൽ ഇരിക്കുമ്പോൾ ഫോണിന്റെ മറുവശത്ത് കണ്ണീരുമായി അവളും ഉണ്ടായിരുന്നു. ഗൾഫിൽ പോകുന്നതിന്റെ സന്തോഷവും അവളെ പിരിയുന്നതിന്റെ സങ്കടവും എന്നിൽ ഇങ്ങനെ തിങ്ങി നിന്നു. അങ്ങനെ നാട്ടിലെ രാത്രി 1 മണിക്ക് ഞാൻ ദോഹ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. ഫസ്റ്റ് ആദ്യമായിട്ട് ഞാൻ ദോഹയിൽ എത്തിയത് ഞാൻ അവളെ ഫോൺ ചെയ്തു. മറുതലയ്ക്കൽ ഉറക്കച്ചടവോടെയുള്ള ഹലോ കേട്ടപ്പോൾ ഞാൻ ഒത്തിരി സംസാരിക്കാൻ നിന്നില്ല. എത്തിയെന്ന് മാത്രം പറഞ്ഞു, നാളെ വിളിക്കാമോളൂ എന്ന ധാരണയിൽ ഞാൻ ഫോൺ കട്ട് ചെയ്തു. പിറ്റേ ദിവസവും അതിന്റെ അടുത്ത ദിവസങ്ങളിൽ ഞാൻ ഒത്തിരി വിളിച്ചു, പക്ഷെ ഫോൺ അറ്റൻഡ് ആയില്ല. 5 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്നുകൂടെ വിളിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ മറുതലക്കിൽ നിന്നും ഒരു പരിചയമില്ലാത്ത സ്ത്രീ ശബ്ദത്തിൽ ഹലോ എന്നുള്ളൊരു ശബ്ദം കേട്ടു. ഞാൻ ചോദിച്ചു, അമൃതയില്ലേ, ഒന്ന് ഫോൺ കൊടുക്കാമോ? അമൃതയുടെ സുഹൃത്തെന്ന് സ്വയം പരിചയപ്പെടുത്തിയ ആ കുട്ടി അമൃത തിരക്കില്ല എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. ഒന്നും മനസ്സിലാകാതെ 4-5 പ്രാവശ്യം ഫോൺ വിളിച്ചപ്പോൾ ആ കുട്ടി തന്നെ ഫോൺ അറ്റൻഡ് ചെയ്തു. അല്പം രൂക്ഷസ്വരത്തിൽ എന്നോട് ചോദിച്ചു, ഒരു പെണ്ണിനെ ഇങ്ങനെ ശല്യം ചെയ്യാൻ നാണമില്ല തനിക്ക്? ഞാൻ സൗമ്യനായി തന്നെ പറഞ്ഞു, എനിക്ക് എന്റെ അടുത്ത് ചൂടായിട്ട് കാര്യമില്ല, എനിക്ക് അമൃതയോടാണ് സംസാരിക്കേണ്ടത്. അപ്പോൾ ആ കുട്ടി തന്ന മറുപടി, അമൃതയ്ക്ക് തന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിലോ? എന്താ പറ്റിയത്? ആ ഡയലോഗ് ഇടുത്തി പോലെ എന്റെ ചങ്കിൽ വന്ന് വീണു ശിവചായ. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, ഞാൻ ഗൾഫിലേക്ക് വന്നതല്ല, എന്നെ നാട് കടത്തിയതാണ് എന്ന്. നിർത്തുന്നു. ഹാരിഷ് KR, കോതമംഗലം. What? I didn't understand anything. My God.
ഇങ്ങനെയൊക്കെ സംഭവിക്കോ? ഇത് സിനിമയോ? സിനിമ പോലെ ആയിപ്പോയി. ഹരീഷ് ഇതുവരെ ഞാനിത് ലാസ്റ്റ് ഒരു നല്ലൊരു ക്ലൈമാക്സ് ഞാൻ വിചാരിച്ചു ഈ അമൃത തന്നെ ആയിരിക്കും ഹരീഷ് കല്യാണം കഴിക്കാൻ. ബട്ട് എന്താ സംഭവിച്ചതല്ലേ ഒന്നും അറിയില്ല. ഏതായാലും ഞാൻ ഹരീഷിനെ മെസ്സേജ് ചെയ്തപ്പോ നമ്മുടെ ശ്രോതാക്കൾ ഒരുപക്ഷെ ആലോചിക്കുന്നുണ്ടാവും എന്ത് സംഭവിച്ചതെന്ന്. അതെ, ഓഫ് കോഴ്സ് എന്താ സംഭവിച്ചത്? ഏതൊക്കെയായാലും ഹരീഷ് ഇപ്പൊ വിവാഹിതനാണോ? ആണെങ്കിൽ ഇത്രയും തുറന്നു പറയത്തില്ലല്ലോ. അതെ അതെ, ഏതായാലും വിവാഹിതനാവണം കേട്ടോ, കാരണം ഇങ്ങനെ സന്തോഷിച്ച് നടന്നാ പോരല്ലോ. കുറച്ച് ദുഃഖമൊക്കെ ഹരീഷ് അറിയണ്ടേ? ഹരീഷ് അപ്പൊ സന്തോഷം ഹരീഷെ, വളരെ നന്നായിട്ട് എഴുതിയിരിക്കുന്നു. ഇനി വിവാഹം കഴിഞ്ഞില്ല എങ്കിൽ നമ്മൾ പലപ്പോഴും ഈ കാർന്നോമാരൊക്കെ പറയുന്ന കേട്ടിട്ടില്ലേ, കാതു കുത്തിയോൻ പോയെങ്കിൽ കടുക്കിനിട്ടാൻ വരും. അപ്പൊ ഏതൊക്കെയാലും ഹരീഷെ ഹാപ്പി ആയിട്ടിരിക്കുക. ഹരീഷിനെ കാത്ത് എവിടെ ഒരു സുന്ദരി ഇങ്ങനെ കാത്തിരിപ്പുണ്ട്. അതാണ്. അപ്പൊ പോസിറ്റീവായിട്ട് ചിന്തിക്കാം, ഗൾഫിൽ തന്നെ നിൽക്കുക, അല്ലേ, കുറെ കാശൊക്കെ ഉണ്ടാക്കും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച്. നല്ലൊരു റിവൈൻഡ് ആയിരുന്നു, ശരിക്കും നല്ല രസമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. ബട്ട് ലാസ്റ്റ് കുറച്ച് എന്ത് സംഭവിച്ചു, അങ്ങനെ സംഭവിക്കണ്ടായിരുന്നു എന്ന് നമുക്ക് തോന്നിയല്ലേ ശിവമല്ലേ? ശരിക്കും നല്ലൊരു ജോബുള്ളൊരു ചെറുപ്പക്കാരൻ. അപ്പൊ ഹരീഷ് ഹാപ്പി, സന്തോഷത്തോടെ ഇരിക്കുക. അപ്പൊ കൂട്ടുകാരെ, ഞങ്ങൾക്കും ബൈ ബൈ പറയാനുള്ള സമയമായിരിക്കുന്നു. വീണ്ടും ദൈവാനുഗ്രഹത്താൽ നാളെ നമുക്ക് ഒത്തുചേരാം നമ്മുടെ സൗഹൃദ കൂട്ടായ്മയിൽ.